ഒരു ദിവസം രാമന്റെ അയോധ്യയിലെ കൊട്ടാരത്തിലേക്ക് യമദേവൻ വന്നു. യമദേവന് രാമനുമായി എന്തോ രഹസ്യമായി സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരം തുടങ്ങുന്നതിന് മുന്നേ തന്നെ യമദേവൻ പറഞ്ഞു, നമ്മുടെ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ആരും കയറി വരാൻ പാടില്ല. ആരെങ്കിലും വന്നാൽ അവരുടെ ജീവൻ എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇത് കേട്ട് രാമൻ സമ്മതിച്ചു. എന്നിട്ട് ലക്ഷ്മണനെ കാവൽ നിർത്തി അവർ സംസാരം തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദുർവാസാവ് മഹർഷി വരുന്നത്. മഹർഷിക്ക് അത്യാവശ്യമായി രാമനെ കാണണം. ലക്ഷ്മൺ പറഞ്ഞു, ഇല്ല മഹർഷി, രാമൻ തിരക്കിലാണ്, അങ്ങ് കുറച്ച് കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ദുർവാസാവ് മഹർഷിക്ക് നല്ല ദേഷ്യം വന്നു. മഹർഷി പറഞ്ഞു, രാമനെ കാണാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ അയോധ്യ മുഴുവൻ ഞാൻ ശപിക്കും. അപ്പോൾ ഇത് കേട്ട് കൺഫ്യൂഷനായ ലക്ഷ്മണൻ വേറെ വഴിയൊന്നുമില്ലാണ്ട് നേരെ രാമൻ്റെയും യമദേവൻ്റെയും മുറിയിലേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ ദുർവാസാവ് മഹർഷി വന്നിരിക്കുകയാണെന്ന വിവരം രാമനോട് പറയുന്നു. ഇത് പറഞ്ഞിട്ട് അടുത്ത നിമിഷം ലക്ഷ്മണൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി സരയൂ നദിയിലേക്ക് നടക്കുന്നു. അങ്ങനെ സരയൂ നദിയിൽ ലക്ഷ്മണൻ തൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നു.